ഹായ് മമ്മാസ്, നമ്മൾ ഇന്ന് നോക്കുന്നത് കുഞ്ഞുങ്ങളുടെ വെയിറ്റ് ഗെയിനിങ് ഫുഡ്സ് ആണ്. അപ്പം നമ്മൾക്ക് എല്ലാവർക്കും അമ്മമാർക്കുള്ള വലിയൊരു ടെൻഷനാണ് കുഞ്ഞുങ്ങൾക്ക് വെയിറ്റ് ഇല്ലയെന്ന് മറ്റുള്ളവർ പറയുമ്പോൾ അതുപോലെയുള്ള ടെൻഷൻസ്. ചില സമയം കുഞ്ഞുങ്ങൾ വളരെ മെലിഞ്ഞിരിക്കുകയാണെങ്കിലും ഒരു ഹെൽത്തി വെയിറ്റിലായിരിക്കും ഉണ്ടാവുക, എന്നാലും ഇതുപോലത്തെ കാര്യങ്ങൾ കേൾക്കാം. അതേപോലെ തന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് ഡോക്ടറും പറയാറുണ്ട് വെയിറ്റ് കുറവാണ്, വെയിറ്റ് വെപ്പിക്കണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഭയങ്കര ടെൻഷനാവും, എന്താ ചെയ്യുക, നമ്മൾ ഒരുപാട് ഫുഡ് കൊടുത്തു നോക്കും, ചിലപ്പോൾ കഴിക്കാത്തതുകൊണ്ടായിരിക്കാം, കുഞ്ഞുങ്ങൾ കഴിക്കാത്ത മക്കളുണ്ടാവും, അതുപോലെ ചില കുഞ്ഞുങ്ങൾക്ക് ശരീരത്തിൽ പിടിക്കാതിരിക്കാം. അപ്പം എന്തൊക്കെയാണ് ഫുഡ് എന്ന് നോക്കുന്നതിന് മുമ്പേ എന്തൊക്കെ റീസൺസ് കാരണമായിരിക്കും കുഞ്ഞുങ്ങൾക്ക് ഈ വെയിറ്റ് ലോസ് അല്ലെങ്കിൽ വെയിറ്റ് വളരെ കുറഞ്ഞു പോകണമെന്ന് നമുക്ക് നോക്കാം. അതാദ്യം എന്താണ് റീസൺ എന്ന് നമുക്ക് ഏകദേശം മനസ്സിലാവുമ്പോഴാണ് കുഞ്ഞുങ്ങൾക്ക് ഫുഡ് എങ്ങനെ കൊടുക്കുകയാണോ വേണ്ടത്, എന്താണ് വേണ്ടതെന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എന്താ ആദ്യം റീസൺസ് നോക്കാം. എന്തുകൊണ്ടാണ് വെയിറ്റ് വെക്കാത്തത്? അത് എപ്പോഴും ഉള്ളൊരു ക്വസ്റ്റ്യൻ അല്ലേ. നമ്മൾ വെയിറ്റ് ഗെയിനിങ് അല്ലെങ്കിൽ വെയിറ്റ് ലോസ് ചെയ്യാനൊക്കെ നമ്മളെല്ലാവരും ചെയ്യുന്ന ഡയറ്റ് ചെയ്യാറുണ്ട്, എക്സസൈസ് ചെയ്യാറുണ്ട് അല്ലേ. അപ്പം മോസ്റ്റ് പ്രോപ്പർലി പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ കലോറി ഡെഫിസിറ്റ് ചെയ്യുക. നമ്മൾ വെയിറ്റ് ഇപ്പോൾ നമ്മളൊക്കെ പ്രഗ്നൻസി കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി ചെയ്യുന്ന ഒരു കാര്യം കലോറി ഭക്ഷണത്തിലുള്ള അളവ് കുറയ്ക്കുക, നമ്മുടെ എക്സസൈസ് കൂട്ടുക അല്ലേ, അങ്ങനെ ചെയ്യുന്ന കാണാറില്ലേ. അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മളെ വെയിറ്റ് ഓട്ടോമാറ്റിക്കലി കുറയും. അപ്പോൾ ഈ കുഞ്ഞുങ്ങളും അതേ രീതി തന്നെയാണ്, അവർ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ ഇപ്പം 6 മന്ത് കഴിഞ്ഞ് ഓരോ മന്ത് കഴിയുമ്പോഴും അവരുടെ ആക്ടിവിറ്റി കൂടി വരും. മുട്ടിലഴിഞ്ഞു തുടങ്ങും, നടന്നു തുടങ്ങും, ഓടി തുടങ്ങും. അപ്പോൾ അവർ ആക്ടിവിറ്റി കൂടുന്നതിനനുസരിച്ച് അവരുടെ ഫുഡ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ അതിൻ്റെ അളവിന് കറക്റ്റായിട്ടുള്ള ഫുഡ് അവർക്ക് നമ്മൾ കൊടുക്കണം. എന്നാൽ മാത്രമേ അവർക്ക് അത്രമാത്രം കലോറി, അവർ ബേൺ ചെയ്ത് കളയുന്ന കലോറിനെ മാക്സിമം ആയിട്ട് അവർക്ക് കലോറീസ് ഉണ്ടാവുള്ളൂ. ആ കലോറി ഉണ്ടാകുമ്പോൾ മാത്രമേ അവർക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ ഫുഡ് വളരെ ലെസ്സും അവർ ആക്ടിവിറ്റി കൂടുമ്പം അവർ നോർമലി വെയിറ്റ് കുറയും. നോർമലി എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇതാണ് ഫസ്റ്റ് പ്രോബ്ലം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റുള്ളത് കഴിക്കില്ല, ആക്ടിവിറ്റി വളരെ കൂടുതൽ, ഓടൽ ചാടൽ. പിന്നെ 2 വയസ്സ് 3 വയസ്സൊക്കെ ആയ കുട്ടികളാണെങ്കിൽ ഓടൽ ചാടൽ ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ ഇതാണ് നോർമലി പ്രോബ്ലം പറയുന്നത് എല്ലാവർക്കും. എന്നാൽ അതല്ലാതെയും പ്രോബ്ലംസ് ഉണ്ടാവാം. ഈ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ അവർക്ക് ഫുഡ് കഴിക്കാൻ ഒരു മടിയായിരിക്കും, അവരുടെ വയറ് എപ്പോഴും ഫില്ലായിട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് അതൊരു മടി ഉണ്ടാവും, അതുകൊണ്ട് തന്നെ ഫുഡ് കഴിക്കില്ല. അവർ വളരെ മൂഡ് ഔട്ട് ആയിട്ടുള്ള കുഞ്ഞുങ്ങളായിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ വെയിറ്റ് കുറയാനും ചാൻസ് വളരെ കൂടുതലാണ്. അവർ ഫുഡ് കഴിക്കാൻ വളരെ മടി കാണിക്കും. അതുകൊണ്ട് തന്നെ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെങ്കിൽ അത് മാറ്റാൻ വേണ്ടിയിട്ട് ആദ്യം ശ്രമിക്കുക. ദിവസവും ടോയ്ലറ്റിൽ പോകാനുള്ള ഒരു സിറ്റുവേഷൻസ് ഉണ്ടാക്കുക. കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫുഡ് കഴിക്കുന്ന കാര്യത്തിൽ. പിന്നെ ഉണ്ടാവാം തൈറോയിഡിൻ്റെ പ്രശ്നം. രോഗങ്ങളുടെ ബുദ്ധിമുട്ട് കൊണ്ടും വെയിറ്റ് ലോസ് ഉണ്ടാവും, അല്ലെങ്കിൽ വളരെ വെയിറ്റ് കുറവുണ്ടാകും കുഞ്ഞുങ്ങൾ. തൈറോയിഡിൻ്റെ പ്രോബ്ലം ഇപ്പം ജനിച്ച പാട് തന്നെ ആ ഒരു ടെസ്റ്റൊക്കെ നടക്കുന്നുണ്ട്. എന്നാൽ പോലും ചില സ്ഥലങ്ങളിൽ നടക്കാതിരിക്കാം. കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ ഒരു വയസ്സിന് ശേഷമൊക്കെ ഇത് ചിലപ്പോൾ വന്നു തുടങ്ങാം. അതുകൊണ്ട് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇങ്ങനെ ചില കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാൻ കൂടെ വേണം കേട്ടോ. കുട്ടി തീരെ വെയിറ്റ് വെക്കുന്നില്ല, ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്നിട്ടും വെയിറ്റ് വെക്കുന്നില്ല എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും തൈറോയ്ഡ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതേപോലെ തന്നെ ന്യൂട്രീഷ്യൻസിൻ്റെ കുറവ്. നമ്മൾ ഒരുപാട് ഫുഡ് ബേക്കറിയും ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം കുഞ്ഞുങ്ങൾക്ക് ന്യൂട്രീഷ്യൻസിൻ്റെ കുറവുകളുണ്ടാവും. അപ്പോൾ അതിൻ്റെ പേരിലും കുഞ്ഞുങ്ങൾക്ക് വെയിറ്റ് ലോസും അതിൻ്റെ പേരിൽ തന്നെ വെയിറ്റ് ഗെയിനും ഉണ്ടാവും കേട്ടോ. ബേക്കറി ഐറ്റംസ് ഒക്കെ കൂടുതൽ കഴിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര വെയിറ്റ് വെക്കാനും ചാൻസ് ഉണ്ട്. അപ്പം ഇതൊക്കെ ആദ്യം നന്നായിട്ട് നോക്കണം. നോർമലി പിന്നെ എന്തെങ്കിലുമൊക്കെ ഉള്ളിൽ അസുഖങ്ങളുള്ള കുഞ്ഞുങ്ങൾ, കിഡ്നിക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളുള്ള കുഞ്ഞുങ്ങൾക്കും വെയിറ്റ് ലോസ് സംഭവിക്കാം. പക്ഷേ അത് വളരെ കുറച്ച് റേഞ്ചാട്ടോ. കാരണം നോർമലി കണ്ടുവരുന്നത് കുഞ്ഞുങ്ങൾക്ക് കാലറി ഡെഫിസിറ്റിൻ്റെ കാര്യത്തിലാട്ടോ. കുഞ്ഞുങ്ങൾ ഭയങ്കരമായിട്ട് ഓടും ചാട്ടമായിരിക്കും, പക്ഷേ ഭക്ഷണം കുറവായിരിക്കും. ഇതായിരിക്കും ഒട്ടുമിക്ക കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുന്ന റീസൺസ്. അപ്പോൾ നമ്മൾക്ക് കുഞ്ഞുങ്ങൾക്ക് ഫുഡ് നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യുക. കുറച്ച് എമൗണ്ടിൽ കുറച്ച് സമയങ്ങളിലായിട്ട് കൊടുക്കാൻ ശ്രമിക്കുക. ആ കൊടുക്കുന്ന ഫുഡ് വളരെ എഫക്റ്റീവായിട്ടുള്ള വെയിറ്റ് ഗെയിൻ ചെയ്യാനും അതേപോലെ തന്നെ എല്ലാ ന്യൂട്രീഷൻസ് കിട്ടുന്ന രീതിയിലുള്ള ഫുഡ്സ് കൊടുക്കുക. അതായത് വാരി വലിച്ച് ഇതും കൊടുക്കാതെ അവർക്ക് പ്രോപ്പറായിട്ടുള്ള ഫുഡ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അവരുടെ വെയിറ്റ് ഒത്തിരി വെപ്പിക്കാൻ പറ്റിയില്ലെങ്കിലും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അപ്പം അങ്ങനെ നമുക്ക് ട്രൈ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തൊക്കെ ഫുഡാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടതെന്ന് നോക്കാം. നമുക്ക് നോക്കാം, വീഡിയോയിലേക്ക് പോവാം. ഇനിയിത് സൂപ്പർ ഫുഡ് എന്ന് പറയുന്നത് സ്വീറ്റ് പൊട്ടറ്റോ ആണ്, നമ്മളെ മധുരക്കിഴങ്ങ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പൊട്ടറ്റോയും, ഈ രണ്ടും വളരെ എഫക്റ്റീവാണ് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. കുഞ്ഞു പ്രായത്തിൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. വലിയ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും കൊടുക്കാം, കുഞ്ഞു കുട്ടികളാണെങ്കിൽ കുറുക്ക് പോലെയൊക്കെ ആക്കിയിട്ട് കൊടുക്കാം. അത് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ എന്ത് കൊടുക്കുമ്പോഴും വളരെ ചെറിയ അളവിൽ, കുറച്ച് അളവിൽ കൊടുത്തു തുടങ്ങണം. കാരണം ഡൈജഷൻ കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങൾക്ക് വളരെ പതുക്കെയായിരിക്കും. അപ്പോൾ ഒരു വയസ്സിന് മുന്നേ ഉള്ള കുഞ്ഞുങ്ങൾക്ക് വളരെ കുറച്ച് എമൗണ്ട് ആയിട്ടും അതിന് മുമ്പോട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് കുറച്ചധികമായിട്ടും നമ്മൾക്ക് വെറൈറ്റി
വെറൈറ്റി ഐറ്റംസ് ആയിട്ട് കൊടുക്കാം കേട്ടോ. ഈ പൊട്ടറ്റോ ഒക്കെ ഫ്രൈ ചെയ്തിട്ടും അങ്ങനെയൊക്കെ ഒരു വയസ്സിന് മേലെയുള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. ചെറിയ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ കുറുക്കുന്ന രീതിയിൽ കൊടുക്കാം, വേവിച്ച് ഉടച്ച് അങ്ങനെ കൊടുക്കാവുന്നതാണ്. വളരെ വെയിറ്റ് ഗെയിൻ ചെയ്യുന്ന ഇതാണ്. അതിൽ നിറയെ പ്രോട്ടീനും ഫാറ്റും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്വീറ്റ് പൊട്ടറ്റയും കുഞ്ഞുങ്ങൾക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സൂപ്പർ ഫുഡാണ്. 6 മാസം തൊട്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ഫുഡാണ്. പ്രോട്ടീനും കാൽസ്യമൊക്കെ വളരെ നല്ലോണം അടങ്ങിയിട്ടുള്ള ഒരു ഫുഡാണ് പരിപ്പ്. നമ്മൾ ഈ തുവരപ്പരിപ്പ് എന്നൊക്കെ പറയണില്ലേ, അത് കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വളരെ ഉത്തമമാണ്. വെയിറ്റ് കുറഞ്ഞ കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ പരിപ്പ് വർഗ്ഗങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അവർ നന്നായിട്ട് വെയിറ്റ് വയ്ക്കും. അതേപോലെ തന്നെ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അവക്കാഡോ എന്ന് പറയുന്ന ഫ്രൂട്ട് കൊടുക്കുകയാണെങ്കിൽ അത് നന്നായിട്ട് വെയിറ്റ് ഗെയിൻ ചെയ്യാനും അതേപോലെ തന്നെ ഒരു ബ്രെയിൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ സൂപ്പർ ആയിട്ടുള്ളൊരു ഫ്രൂട്ട് ഐറ്റമാണ് അവക്കാഡോ. ഇത് വെയിറ്റ് ഗെയിൻ ചെയ്യാനും അതേപോലെ തന്നെ ബാക്കി ഓരോ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് പറ്റുന്ന, നമ്മൾ മാർക്കറ്റിൽ അത്ര അവൈലബിൾ ആയിട്ടുള്ള സാധനമല്ല, അത് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും മക്കൾക്ക് അത് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കണം. വളരെ സൂപ്പർ ഫുഡാണത്. പൊതുവെ 6 മാസം ആയിക്കഴിഞ്ഞ് കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുത്തു തുടങ്ങുമ്പോൾ പൊതുവെ പറയുന്നതാണ് റാഗി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. വേഗം ഡൈജസ്റ്റ് ആവുന്ന ഒരു ഫുഡായിട്ടാണ് 6 മാസം മുതൽ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അതും ഒരു വെയിറ്റ് ഗെയിൻ ഫുഡാണ്. അപ്പോൾ നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് റാഗി കുറുക്കലാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ നന്നായിട്ട് ഇത് കുടിക്കാനും ഇഷ്ടപ്പെടുകയും ചെയ്യും. അതിൽ തന്നെ അയേൺ ആണെങ്കിലും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. നല്ല ന്യൂട്രീഷൻസ് അടങ്ങിയിട്ടുള്ള ഒരു ഫുഡായിട്ടാണ് റാഗി കൊടുക്കുകയാണെങ്കിലും കുഞ്ഞുങ്ങൾക്ക് വെയിറ്റ് ഗെയിൻ ഉണ്ടാവും. എല്ലാ ഫുഡ് ഐറ്റംസും കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുക, മാറി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ അവർക്ക് അത് ഇഷ്ടാവും ചെയ്യും, അവർ കഴിക്കുകയും ചെയ്യും. അതിലൂടെ അവർക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാനും സാധിക്കും. 1 വയസ്സിന് മുമ്പേ കുഞ്ഞുങ്ങൾക്ക് ഡയറി പ്രോഡക്ട്സ് കൊടുക്കാൻ പാടില്ല എന്ന് കേട്ടിട്ടുള്ളത്, പാല്, തൈര് അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കാൻ പാടില്ല എന്ന് കേട്ടിട്ടുള്ളത്. എന്നാൽ 8 മാസം മുതലൊക്കെ കുഞ്ഞുങ്ങൾക്ക് നെയ്യ് കൊടുത്തു തുടങ്ങാം. അത് 1-2 ഡ്രോപ്സ് കൊടുത്തു തുടങ്ങാം. ആ നെയ്യ് എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് നല്ല വെയിറ്റ് ഗെയിൻ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ കുറുക്കൊക്കെ ആക്കി കൊടുക്കുന്ന സമയത്ത് 1-2 തുള്ളി നെയ്യ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ കോക്കനട്ട് ഓയിലും ചേർത്ത് കൊടുക്കാമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷെ ഒരു 8 മന്ത് അല്ലെങ്കിൽ 10 മന്തിന് ശേഷം മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. ഇനി നമുക്ക് 1 വയസ്സിന് ശേഷമുള്ള കുഞ്ഞുങ്ങൾക്ക് എന്തൊക്കെ ഫുഡ് ഐറ്റംസ് കൊടുക്കാം വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. പ്രോട്ടീനും ഫാറ്റും അടങ്ങിയിട്ടുള്ള ഫുഡ് കൂടുതൽ കൊടുക്കുമ്പോഴാണ് കുഞ്ഞുങ്ങൾക്ക് വെയിറ്റ് ഗെയിൻ നന്നായിട്ട് വരിക. ബാക്കി എല്ലാം കൊടുക്കണം, എന്നാൽ കൂടുതൽ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് കൊടുക്കുന്നതാണ് ബെറ്റർ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. യോഗേർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്ന ഒരു കാര്യമാണ്. തൈര് എന്നുള്ളത്, തൈര് ചേർത്ത് ചോറൊക്കെ കൊടുക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾ നന്നായിട്ട് വെയിറ്റ് ഗെയിൻ ചെയ്യും. അതിൽ പ്രോട്ടീനും ഫാറ്റും നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് പാൽ ഐറ്റംസിലൊക്കെ പ്രോട്ടീൻസ് അടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് ചീസ് ആണെങ്കിലും ബട്ടർ ആണെങ്കിലും ഇതെല്ലാം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യും. എല്ലാം കൊടുക്കുന്നുണ്ടെങ്കിൽ അളവ് കുറച്ച് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. 1 വയസ്സ് കഴിഞ്ഞ മക്കളാണെങ്കിൽ പോലും അളവ് നിങ്ങൾ കറക്റ്റായിട്ട് വളരെ കുറച്ച് എമൗണ്ടിൽ മാത്രം കൊടുത്തിട്ട് അവർക്ക് കൊടുക്കാൻ പാടുള്ളൂ. നിങ്ങൾക്ക് ഇടവേളകൾ അനുസരിച്ച് കൂട്ടി കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കാവുന്നതാണ്. ഓരോ 2 മണിക്കൂർ കൂടുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. പക്ഷേ അളവ് വളരെ ചുരുക്കത്തിലായിരിക്കണം. അവരുടെ ഡൈജഷനിലും ഇതിലൊന്നും പ്രോബ്ലംസ് ഇല്ലാത്ത രീതിയിൽ അവർക്ക് ഫുഡ് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നതാണ് ബെറ്റർ. അതുപോലെ തന്നെ ഒരുപാട് ന്യൂട്രീഷൻസ് അടങ്ങിയിട്ടുള്ള ഒരു ഫുഡായിട്ടാണ് എഗ്ഗ് എന്നുള്ളത്. എഗ്ഗ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ അത് വളരെ അവർക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാനും അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ, കാൽസ്യം ആയിക്കോട്ടെ പ്രോട്ടീൻ ആയിക്കോട്ടെ, ഇതൊക്കെ അവരുടെ ശരീരത്തിലേക്ക് വരാനും വളരെ ഉത്തമമായിട്ടുള്ളൊരു ഫുഡായിട്ടാണ് എഗ്ഗ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ അത് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ സാധിക്കും. 1 വയസ്സിന് ശേഷമുള്ള കുഞ്ഞുങ്ങൾക്ക് ദിവസേന 1 മുട്ട വെച്ചൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ അത് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വളരെയധികം സഹായിക്കുന്ന ഒരു ഫുഡായിട്ടാണ്. അതുപോലെ തന്നെ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സൂപ്പർ ഫുഡാണ് ഡ്രൈ ഫ്രൂട്ട്സ്. നമ്മൾ ആൽമണ്ടൊക്കെ അവർക്ക് കൊടുക്കുകയാണെങ്കിൽ അത് അവരുടെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യാനും അതുപോലെ തന്നെ ന്യൂട്രീഷൻസ് റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റം ആയതുകൊണ്ട് തന്നെ അതവരുടെ ശരീരത്തിന് വളരെ ഉത്തമമാണ്. പക്ഷേ കൊടുക്കുന്നുണ്ടെങ്കിൽ അളവ് കുറച്ച് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ നിലക്കടല എന്ന് പറയുന്നത് ഭയങ്കര റിച്ച് ഓഫ് പ്രോട്ടീനും ഫാറ്റൊക്കെ അടങ്ങിയിട്ടുള്ളതാണ്. അത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾ കഴിക്കുകയാണെങ്കിൽ വെയിറ്റ് നന്നായിട്ട് ഗെയിൻ ചെയ്യും. അവർക്ക് 1 വയസ്സിന് ശേഷമുള്ള കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ കടിച്ച് തിന്നാൻ കൊടുക്കാം. അതിന് മുമ്പേ ഉള്ള കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ പൊടിച്ചിട്ട് കൊടുക്കാം. പക്ഷേ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ അവർക്ക് ചെറിയ കുഞ്ഞുങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു 10 മാസം അതിനൊക്കെ ശേഷം മാത്രമേ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ വെയിറ്റ് ഗെയിൻ ഫുഡ്. നിങ്ങൾ ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾ വെയിറ്റ് ഗെയിൻ ചെയ്യും. പക്ഷേ ഒരു ഫുഡ് തന്നെ എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഇഷ്ടാവില്ല. മാറി കൊടുക്കുക, അളവ് കുറച്ച് മാത്രം കൊടുക്കുക. ഒത്തിരി തടിക്കണം എന്ന് വെച്ചാൽ ഒത്തിരി വാരി വലിച്ച് അവർക്ക് കൊടുക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും, ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കരുത്.